എല്ലാവർക്കും ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നീമ സാറ ജോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ മിക്സഡ് സപ്ലൈയെ കുറിച്ചാണ്. ആദ്യം എന്താണ് മിക്സഡ് സപ്ലൈ എന്ന് നോക്കാം. Two or more individual supplies of goods or services or any combination. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായി റിലേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്ന് വിശദമായി പറഞ്ഞിരുന്നു. കോമ്പോസിറ്റ് സപ്ലൈയുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് മിക്സഡ് സപ്ലൈ നമ്മൾ പഠിക്കേണ്ടത്. കോമ്പോസിറ്റ് സപ്ലൈയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, രണ്ടോ അതിലധികമോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കോമ്പോസിറ്റ് സപ്ലൈയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മിക്സഡ് സപ്ലൈയിലും രണ്ടോ അതിലധികമോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ഓർ സർവീസസിന്റെ കോമ്പിനേഷൻ ആണ് മിക്സഡ് സപ്ലൈയിലും പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഗുഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 സർവീസസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് 2 ടാക്സബിൾ സപ്ലൈസ് എങ്കിലും മിക്സഡ് സപ്ലൈയുടെ കേസിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ എ സിംഗിൾ പ്രൈസ്. അതായത് മിക്സഡ് സപ്ലൈയിൽ നമ്മൾ പറഞ്ഞു മിനിമം 2 ടാക്സബിൾ സപ്ലൈസ് എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇപ്പൊ 2 ടാക്സബിൾ സപ്ലൈസ്, അതായത് ഒന്നെങ്കിൽ 2 ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ 2 സർവീസ് ആകാം, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ കോമ്പിനേഷൻ ആകാം. ഈ 2 ഗുഡ്സ് അല്ലെങ്കിൽ 2 സർവീസ് എന്ന് പറയുന്നത് ഒരു കോമൺ പ്രൈസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൈസിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2 ഗുഡ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ആ 2 ഗുഡ്സിനും സെപ്പറേറ്റ് ആയിട്ടല്ല പ്രൈസ് ചെയ്യുന്നത്, ഒരു കോമൺ പ്രൈസിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൈസിന് ഒരൊറ്റ വിലയ്ക്കായിരിക്കും ആ 2 ഗുഡ്സും കൂടെ അവിടെ സെയിൽ ചെയ്യുന്നത്. കോമ്പോസിറ്റ് സപ്ലൈ പോലെ തന്നെ ഇവിടെയും സപ്ലയർ എന്ന് പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കും. മൂന്നാമത്തേത്, where such supply does not constitute a composite supply. കോമ്പോസിറ്റ് സപ്ലൈയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് സപ്ലൈയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കോമ്പിനേഷൻ നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കോമ്പോസിറ്റ് സപ്ലൈയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും. എന്നാൽ മിക്സഡ് സപ്ലൈയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്ന് പറയുന്നത് നാച്ചുറലി ബണ്ടിൽഡ് അല്ല. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സെയിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു മിക്സഡ് സപ്ലൈയുടെ കേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നാച്ചുറലി ബണ്ടിൽഡ് അല്ല, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്തിരിക്കണം എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നാച്ചുറലി ബണ്ടിൽഡ് അല്ല, അതായത് വേണമെങ്കിൽ ഓരോരോ ഐറ്റം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുവാണെങ്കിൽ അത് മിക്സഡ് സപ്ലൈ ആകില്ല. ശ്രദ്ധിക്കേണ്ടത്, മിക്സഡ് സപ്ലൈയുടെ കേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് വേണമെങ്കിൽ, ഇൻ കേസ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ സെയിൽ ചെയ്യാം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്തിരിക്കണം എന്നല്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം. മിക്സഡ് സപ്ലൈ ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. A Diwali sweet box consisting of different types of sweets like gulab jamun, laddu, rasmalai, barfi, cashew nuts and chocolates. ഈ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ ഒരു ദീപാവലി സ്വീറ്റ് ബോക്സ് അല്ലെങ്കിൽ ദിവാലി സ്വീറ്റ് ബോക്സ് ആണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സഡ് സപ്ലൈ എങ്ങനെയാണ് ഈ എക്സാമ്പിൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. മിക്സഡ് സപ്ലൈയുടെ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു 2 or more individual supplies of goods or services അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഗുഡ്സ് അല്ലെങ്കിൽ 2 സർവീസ് എങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ദീപാവലി സ്വീറ്റ് ബോക്സിൽ ഗുലാബ് ജാമുൻ, ലഡു, രസ്മലൈ, ബർഫി, കാഷ്യൂ നട്ട്സ്, ചോക്ലേറ്റ്സ് തുടങ്ങി 6 ഐറ്റംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിമം 2 എന്ന കണ്ടീഷൻ നമ്മൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. മിനിമം 2 ഗുഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ദീപാവലി സ്വീറ്റ് ബോക്സിൽ മോർ ദാൻ 2 ഐറ്റംസ് ഉണ്ട്. സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ എ സിംഗിൾ പ്രൈസ്. നമ്മുടെ എക്സാമ്പിളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈയെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ വി കൻ അസ്യൂം ദാറ്റ് ഇറ്റ്സ് എ ടാക്സബിൾ പേഴ്സൺ. അതിൽ രണ്ടാമത് പറഞ്ഞത് ഫോർ എ സിംഗിൾ പ്രൈസ് എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരുന്നത്.
നമുക്കറിയാം നമ്മൾ ദീപാവലി സ്വീറ്റ് ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ദീപാവലി സ്വീറ്റ് ബോക്സ് ഒരു കോമൺ പ്രൈസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രൈസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതായത് 100 രൂപയ്ക്ക് ദീപാവലി സ്വീറ്റ് ബോക്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ 200 റുപ്പീസിന്റെ ദീപാവലി സ്വീറ്റ് ബോക്സ് ഉണ്ട്. ആ ബോക്സ് നമ്മൾ സിംഗിൾ പ്രൈസിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് ക്യാഷ് കൊടുത്തല്ല നമ്മൾ ദീപാവലി സ്വീറ്റ് ബോക്സ് പർച്ചേസ് ചെയ്യുന്നത്. ഫോർ എ കോമൺ പ്രൈസ് അല്ലെങ്കിൽ ഫോർ എ സിംഗിൾ പ്രൈസ് ആണ് നമ്മൾ ദീപാവലി സ്വീറ്റ് ബോക്സസ് പർച്ചേസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് where such a supply does not constitute a composite supply and each of these items can be supplied separately. അതായത് കോമ്പോസിറ്റ് സപ്ലൈയുടെ കേസിൽ നമ്മൾ പറഞ്ഞു പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നാച്ചുറലി ബണ്ടിൽഡാണ്, സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ മിക്സഡ് സപ്ലൈയുടെ കേസിൽ നാച്ചുറലി ബണ്ടിൽഡ് എന്നൊരു സിറ്റുവേഷൻ ഇല്ല, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സാമ്പിളിൽ നമുക്കറിയാം, നമ്മുടെ ദീപാവലി സ്വീറ്റ് ബോക്സിലെ ഓരോ ഐറ്റംസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സണ് സെപ്പറേറ്റ് ആയിട്ടും അത് സെയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗുലാബ് ജാമുൻ തന്നെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് തന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം. ബട്ട് ശ്രദ്ധിക്കേണ്ടത് മിക്സഡ് സപ്ലൈയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാം, അല്ലാതെ ചെയ്തിരിക്കണമെന്നില്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. മിക്സഡ് സപ്ലൈയുടെ മീനിങ്ങും എക്സാമ്പിളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മിക്സഡ് സപ്ലൈയുടെ കേസിൽ എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റേറ്റ്, അതായത് GST റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രിൻസിപ്പൽ സപ്ലൈ അല്ലെങ്കിൽ മെയിൻ സപ്ലൈയുടെ ടാക്സ് റേറ്റ് ആണ് ആ ഹോൾ ട്രാൻസാക്ഷന് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് നമ്മൾ വിശദമായി ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി മിക്സഡ് സപ്ലൈയുടെ കേസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ദ ഐറ്റം വിച്ച് ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ്. അതായത് നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ഒരു ദീപാവലി സ്വീറ്റ് ബോക്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതിൽ പല ഐറ്റംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതായത് കാഷ്യൂ നട്ട്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, രസ്മലായി, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ എക്സാമ്പിളിൽ വിചാരിക്കുക കാഷ്യൂ നട്ടിന് 28% ആണ്, ബാക്കി എല്ലാ ഐറ്റത്തിനും 12% GST റേറ്റ് ആണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് വിചാരിക്കുക. കാഷ്യൂ നട്ട്സിന് മാത്രം 28%, ബാക്കി ഗുലാബ് ജാമുൻ, രസ്മലായി, ലഡു എല്ലാം ബർഫി എല്ലാം 12% GST റേറ്റ് ആപ്ലിക്കബിൾ ആകുന്ന ഐറ്റംസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ദീപാവലി സ്വീറ്റ് ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് ഐറ്റത്തിനാണോ ഏറ്റവും കൂടുതൽ റേറ്റ്, അതായത് കാഷ്യൂ നട്ടിനാണ് ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് 28%. ദീപാവലി സ്വീറ്റ് ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ 28% ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. അതായത് ആ ബോക്സിലുള്ള ഐറ്റത്തിൽ ഏതിനാണോ ഹയസ്റ്റ് GST ടാക്സ് റേറ്റ് വരുന്നത് ആ റേറ്റ് ആയിരിക്കും ആ ബോക്സിന് ഫുള്ള് ആപ്ലിക്കബിൾ ആകുന്നത്. മിക്സഡ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈയുടെ കേസിൽ എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റേറ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.